വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇന്ന് നല്ലൊരു കോസി ക്ലൈമറ്റ് ഉള്ള ഡേ ആയിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, രാവിലെ തൊട്ട് നെഗറ്റീവ് ആയിരുന്നു. അനിയന് പനിയും ഛർദിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഷോക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം ഇപ്പച്ചി കൈക്കൊക്കെ വെട്ടിക്കൊടുത്ത് ആളെയൊന്ന് ഉഷാറാക്കി എടുത്തിട്ട് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് ഇമ്മച്ചിനെയും കുട്ടികളെ ഉമ്മാന്റെ വീട്ടിലേക്കാക്കി കൊടുത്തു. ആൻഡ് യെസ്, ഇപ്പൊ ഈ വീട്ടിലുള്ളത് ഞാനും പിന്നെ ലോട്ട്സ് ഓഫ് പണികളും മാത്രമാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ പണികളൊക്കെ ഞാൻ തന്നെ എടുക്കണം. സോ നമുക്ക് പാത്രം കഴുകലിൽ നിന്ന് കണ്ട് തുടങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോൾ വല്ലതും കഴിക്കാൻ നമുക്ക് തോന്നൂല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ വീട്ടില് പണിയൊക്കെ എടുക്കുന്ന നല്ലൊരു കുട്ടിയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്റെ അത്രയും മടിയുള്ള വേറെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇനി അഥവാ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എന്നെ പണിയെടുക്കാൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. 2, വീട്ടിൽ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. ഇത്രേ ഉള്ളൂ എനിക്ക് കണ്ടീഷൻസ് കേട്ടോ. എന്നാൽ ഞാൻ നല്ല വൃത്തിക്ക് പണിയെടുക്കും. അപ്പം മുകളിലും താഴെയൊക്കെ അടിച്ചു കഴിഞ്ഞു. താഴെ മാത്രം തുടച്ചു. മുകളിൽ തുടക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ രാവിലെ വല്ലതും വയറ്റോട്ട് പോയതാ. പിന്നെ വൈകുന്നേരമായിട്ടും ഒന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഇനി കഴിച്ചിട്ടാവാന്ന് വെച്ചു. എന്റെ മടി പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ദോശമാവും മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കി. ഇവിടെ ഇപ്പൊ കിട്ടുന്ന കോഴിമുട്ടയൊക്കെ കാടമുട്ടയുടെ സൈസായി വന്നിട്ടുണ്ട്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെന്ത് കോംബോ ആണെന്നൊന്നും ചോദിക്കരുത്. സോയ ചങ്ക്സ് കണ്ടപ്പോ എന്നാ പിന്നെ ഒന്ന് ഫ്രൈ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഫ്രൈ ഒന്നും പറയാൻ പറ്റൂല, റോസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഇതൊന്നുകൂടെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സ്നാക്സ് പോലെ ഈ കടലൊക്കെ പോലെ കുടിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ദോശയ്ക്ക് എന്തായാലും കറിയില്ല. അപ്പൊ പിന്നെ കുറച്ച് മായം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ചെയ്തത്. പിന്നെ രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് ഉമ്മച്ചിയും കുട്ടികളൊക്കെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ മുഖത്ത് തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വന്നപ്പോൾ കപ്പയും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മാന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അതും കഴിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.